ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്ററേച്ചർ വിത്ത് ഗോപ്സ്. ഇന്നത്തെ വീഡിയോയിൽ കേട്ടിട്ട് കാറ്റഗറി 3 ഇംഗ്ലീഷ് പാർട്ട് 3 റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ലാസ്റ്റ് ഡച്ചസ് ഇസ് എ ഡ്രമാറ്റിക് മോണോലോഗ് ബൈ. മൈ ലാസ്റ്റ് ഡച്ചസ് ആരുടെ ഡ്രമാറ്റിക് മോണോലോഗാണ്? ഓപ്ഷൻസ്: ബ്രൗണിംഗ്, ടെനിസൺ, വേർഡ്സ്വർത്ത്, Rossetti. Answer is Robert Browning. My Last Duchess is a dramatic monologue by Robert Browning. My Last Duchess പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1842 ഇതൊരു ഡ്രമാറ്റിക് മോണലോഗാണ്. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുമ്പോൾ അതിലൊരു സിംഗിൾ സ്പീക്കർ ഉണ്ടാവും. ആ ഒരു സ്പീക്കർ പറയുന്നത് കേൾക്കാൻ ഒരു ഇമാജിനറി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു സൈലൻറ്റ് ലിസണർ ഉണ്ടാവും. മൈ ലാസ്റ്റ് ഡച്ചസിലെ സ്പീക്കർ അൽഫോൺസോ ആണ്. അദ്ദേഹം ഒരു ഡ്യൂക്കാണ്. ലിസ്ണർ ആൻഡ് എമിസറി ആണ്. അൽഫോൺസോ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ കൊട്ടാരത്തിൽ നിന്ന് ഈ ഒരു മാരേജ്, ഡ്യൂക്കുമായിട്ടുള്ള മാരേജ് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എമിസറി. ഈ വരുന്ന എമിസറിക്ക് ഡ്യൂക്ക് തൻ്റെ ഫസ്റ്റ് വൈഫിൻ്റെ പോർട്രേറ്റ് കാണിച്ചിട്ട് ഫസ്റ്റ് വൈഫിനെ കുറിച്ച് ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ്. ഡ്യൂക്ക് പറയുന്നതൊക്കെ സൈലൻ്റ് ആയിട്ട് കേട്ടിരിക്കുകയാണ് emissary. Sonnet is a poem of dash lines. Options 9, 12, 14, 10. The answer is 14. Sonnet is a poem of 14 lines. സോണറ്റോ എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നാണ് സോണറ്റ് എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് ലിറ്റിൽ സോങ് എന്നാണ്. സോ 14 ലൈൻസുള്ള പോമിന് പറയുന്നതാണ് സോണറ്റ്. സോണറ്റിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇവിടെ മെയിനായിട്ട് നമ്മൾ 3 ടൈപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്: പെട്രാർക്കൻ സോണറ്റ്, ഷേക്സ്പീരിയൻ സോണറ്റ് ആൻഡ് സ്പെൻസേറിയൻ സോണറ്റ്. ഇനി ഈ 3 സോണറ്റിൻ്റെയും സ്ട്രക്ചറും റിതവും ഒക്കെ ഒന്ന് നോക്കാം. പെട്രാർക്കൻ സോണറ്റ്. പെട്രാർക്കൻ സോണറ്റിന് മറ്റൊരു പേരാണ് ഇറ്റാലിയൻ സോണറ്റ്. പെട്രാർക്കൻ സോണറ്റിന് 14 ലൈൻസിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ഒക്ടേവ് ആൻഡ് സെസറ്റ്. 8 ലൈൻ സ്റ്റാൻസ് ഒക്കെ പറയുന്നതാണ് ഒക്ടേവ് എന്നും 6 ലൈൻ സ്റ്റാൻസ് ഒക്കെ പറയുന്നതാണ് സെസറ്റ്. ഇങ്ങനെ 2 ആയിട്ടാണ് പെട്രാർക്കൻ സോണറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ടോട്ടൽ 14 ലൈൻസ് ആയിരിക്കും. ഇതിൻ്റെ റൈം സ്കീം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 8 ലൈൻസിൻ്റെ റൈം സ്കീം എ ബി ബി എ, എ ബി ബി എ. ദെൻ 6 ലൈൻ സ്റ്റാൻസ് ആൻഡ് റൈം സ്കീം നോക്കുകയാണെങ്കിൽ സി ഡി സി, സി ഡി സി അല്ലെങ്കിൽ സി ഡി ഇ, സി ഡി ഇ. സോ പെട്രാർക്കൻ സോണറ്റിൻ്റെ റൈം സ്കീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബി ബി എ, എ ബി ബി എ, സി ഡി സി, സി ഡി സി അല്ലെങ്കിൽ എ ബി ബി എ, എ ബി ബി എ, സി ഡി ഇ, സി ഡി ഇ. ഇതാണ് പെട്രാർക്കൻ സോണറ്റിൻ്റെ സ്ട്രക്ചറും റൈം സ്കീമും. പെട്രാർക്കൻ സോണറ്റിൻ്റെ മറ്റൊരു പേരാണ് ഇറ്റാലിയൻ സോണറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഷേക്സ്പീരിയൻ സോണറ്റ്. ഷേക്സ്പീരിയൻ സോണറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇംഗ്ലീഷ് സോണറ്റ്. ഷേക്സ്പീരിയൻ സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2 വ്യക്തികളാണ്. സറയുടെ ഏൾ ആയിട്ടുള്ള ഹെൻറി ഹൊവാർഡും സർ തോമസ് വ്യാട്ടും കൂടിയിട്ടാണ് ഷേക്സ്പീരിയൻ സോണറ്റ് ഇംഗ്ലണ്ടിലെ 16th സെഞ്ച്വറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷേക്സ്പീരിയൻ സോണറ്റിൻ്റെ സ്ട്രക്ചറിലോട്ട് വരുവാണെങ്കിൽ 14 ലൈൻസിനെ 3 ക്വാട്രെയിൻസും ഒരു കപ്ലറ്റും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്വാട്രെയിൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 ലൈൻസുള്ള സ്റ്റാൻസകളെയാണ് ക്വാട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. 2 ലൈൻസുള്ള സ്റ്റാൻസേനെ വിളിക്കുന്നതാണ് കപ്ലറ്റ്. ഇങ്ങനെ 3 ക്വാട്രെയിൻസും ഒരു കപ്ലറ്റുമായിട്ടാണ് ഈ 14 ലൈൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 ക്വാട്രെയിൻസിൻ്റെ റൈം സ്കീമായിട്ട് വരുന്നത് എ ബി എ ബി, സി ഡി സി ഡി, ഇ എഫ് ഇ എഫ് എന്നാണ്. അതുപോലെ ലാസ്റ്റ് കപ്ലറ്റിലെ റൈം സ്കീം ജി ജി എന്നാണ്. സോ ഓൺ ദ ഹോൾ ഷേക്സ്പീരിയൻ സോണറ്റിൻ്റെ റൈം സ്കീം എ ബി എ ബി, സി ഡി സി ഡി, ഇ എഫ് ഇ എഫ്, ജി ജി. സ്പെൻസേറിയൻ സോണറ്റ്. സ്പെൻസേറിയൻ സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എഡ്മണ്ട് സ്പെൻസറാണ്. ഈ ഒരു സോണറ്റിൻ്റെ സ്ട്രക്ചറിലോട്ട് വരുവാണെങ്കിൽ സ്പെൻസേറിയൻ സോണറ്റിൻ്റെയും ഷേക്സ്പീരിയൻ സോണറ്റിൻ്റെയും സ്ട്രക്ചർ ഒരുപോലെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ടിലും 14 ലൈൻസിന് 3 ക്വാട്രെയിൻസ് ആയിട്ടും ഒരു കപ്ലറ്റും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിഫറൻസ് വരുന്നത് റൈം സ്കീമിലാണ്. സ്പെൻസേറിയൻ സോണറ്റിൻ്റെ റൈം സ്കീമിൽ
3 ക്വാട്രെയിൻസിൻ്റെ റൈം സ്കീം വരുന്നത് എ ബി ബി സി സി ഡി. കപ്ലറ്റിൻ്റെ റൈം സ്കീം ഇ. ഓൺ ദ ഹോൾ സ്പെൻസേറിയൻ സോണറ്റിൻ്റെ റൈം സ്കീം എ ബി ബി സി സി ഡി ഇ. ഷേക്സ്പിയറിയൻ സോണറ്റിലോട്ട് വരുമ്പം റൈം സ്കീമിൽ വ്യത്യാസമുണ്ട്. എ ബി സി ഡി എഫ് ജി ആണ് ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ റൈം സ്കീം. സോ ആ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. തോമസ് വ്യാറ്റ് ആൻഡ് ഹെൻറി ഹൊവാർഡ് ദി ഏൾ ഓഫ് സറേ റിവൈവ് ദ പോയറ്റിക് ഫോം. നമ്മളിപ്പോൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ പറഞ്ഞു പോയിട്ടുള്ളൊരു പോയിൻ്റാണിത്. ഏതായിരിക്കും തോമസ് വ്യാറ്റും ഹെൻറി ഹൊവാർഡും റിവൈവ് ചെയ്ത പോയറ്റിക് ഫോം? ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓഡ്, ബാലഡ്, ഇഡിൽ ആൻഡ് സോണറ്റ്. ഏതായിരിക്കും? സോണറ്റ്. ഷേക്സ്പിയറിയൻ സോണറ്റാണ് തോമസ് വ്യാറ്റും ഹെൻറി ഹൊവാർഡും ഇൻട്രൊഡ്യൂസ് ചെയ്ത സോണറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് കവർ ചെയ്യാം. ഹൂ ഈസ് കോൾഡ് ദി ഏൾ ഓഫ് സറേ? ആരാണ് ഏൾ ഓഫ് സറേ? 1-2 തവണ ആയില്ലേ നമ്മളിപ്പോൾ ആ പേര് പറഞ്ഞു പോകുന്നത്. ആരായിരിക്കും? ഹെൻറി ഹൊവാർഡ്. ഹെൻറി ഹൊവാർഡാണ് ഏൾ ഓഫ് സറേ. ഏൾ ഓഫ് സറേ ഇൻട്രൊഡ്യൂസ്ഡ് ഡാഷ്. ഏതായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സോണറ്റ് അല്ലാതെ. ഏൾ ഓഫ് സറേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേറെ ഒന്നാണ് ബ്ലാങ്ക് വേഴ്സ്. ബ്ലാങ്ക് വേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏൾ ഓഫ് സറേ ആണ്, ഹെൻറി ഹൊവാർഡാണ്. പോയറ്റ് who is known for his animal poems. Who could be that poet? Let's see the options. W.H. Auden, Ted Hughes, Tom Gunn and Philip Larkin. The poet who is known for his animal poems. Answer, Ted Hughes. April is the cruelest month is the opening line of options: Journey of the Magi, The Canterbury Tales, The Wasteland, Maud Gonne. April is the cruelest month. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിൻ്റെ ഓപ്പണിംഗ് ലൈനായിട്ടാണ് വരുന്നത്? ദി ആൻസർ ഈസ് ദ വേസ്റ്റ്ലാൻഡ്. ദ വേസ്റ്റ്ലാൻഡിൻ്റെ ഓപ്പണിംഗ് ലൈനാണ് April is the cruelest month. The Second Sex is a book which deals with dash issues. Options: political, misogynist, patriarchal, feminist. Answer is feminist. സിമൻഡി ബോവർ ആണ് ദ സെക്കൻഡ് സെക്സിൻ്റെ ഓഥർ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിഫേസ് ടു ദ ലിറിക്കൽ ബാലഡ്സ് വാസ് റിട്ടൺ ബൈ. അല്ല എളുപ്പമുള്ള ചോദ്യമല്ലേ, എല്ലാവർക്കും ഉത്തരം അറിയായിരിക്കും. ആരാണ് പ്രിഫേസ് ടു ദ ലിറിക്കൽ ബാലഡ്സ് എഴുതിയത്? ഓപ്ഷൻസ് ഒന്ന് നോക്കാം. വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ജോൺസൺ, മാത്യു ആർണോൾഡ്, കോൾറിഡ്ജ്. ആൻസർ എന്താ? വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്ത് ആണ് സെക്കൻഡ് എഡിഷൻ ആയിട്ടുള്ള പ്രിഫേസ് ടു ദ ലിറിക്കൽ ബാലഡ്സ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു എഡിഷൻ പബ്ലിഷ് ചെയ്യുന്നത് 1800 Who is the author of the epic The Fairy Queen? ആരാണ് ദ ഫെയറി ക്വീൻ്റെ ഓഥർ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഫിലിപ്പ് സിഡ്നി, ജഫ്രി ചോസർ, എഡ്മണ്ട് സ്പെൻസർ, ഹെൻറി വാഗൻ. ഉത്തരം എന്തായിരിക്കും? എഡ്മണ്ട് സ്പെൻസർ. എഡ്മണ്ട് സ്പെൻസർ ആണ് ദ ഫെയറി ക്വീനിൻ്റെ ഓഥർ. സോ എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഈ ഒരു പോമിലുള്ള ഫെയറി ക്വീനിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു പേരാണ് ഗ്ലോറിയാന. ഗ്ലോറിയാന റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്വീൻ എലിസബത്ത് ഫേസ്റ്റിനെയാണ്. ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ക്വീൻ എലിസബത്ത് ഫേസ്റ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഗ്ലോറിയാന ഫെയറി ക്വീൻ്റെ ഓൾട്ടർനേറ്റീവ് നെയിമാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഹൂം നേച്ചർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ? ഓപ്ഷൻസ്: റസ്കിൻ, വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, കീറ്റ്സ്. ആരായിരിക്കും? ഓപ്ഷൻ ബി, വേർഡ്സ്വർത്ത്. According to Wordsworth, nature is the best teacher. Which famous poem by Alexander Pope is a satirical mock heroic epic?
Options: The Rape of the Lock, An Essay on Criticism, An Essay on Man, The Dunciad. The answer is The Rape of the Lock. Who is regarded as the Prince of English essayists? Options: Dickens, Pope, Bacon, Lamb. Answer is Lamb. Charles Lamb is regarded as the Prince of English essayists. Who is called the father of English criticism? Options: Yeats, Dryden, Wordsworth, Eliot. ആരാണ്? ജോൺ ഡ്രൈഡനെയാണ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് വിളിച്ചിരിക്കുന്നത്. ആരാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചതെന്ന് അറിയണ്ടേ? ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ് ഡ്രൈഡനെ ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് വിളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിയാൻഡർ ഈസ് എ ക്യാരക്ടർ ഇൻ ഓപ്ഷൻസ്: An Essay of Dramatic Poesy, Absalom and Achitophel, The Medal, Macflecknoe. ആൻസർ: ജോൺ ഡ്രൈഡൻ്റെ An Essay of Dramatic Poesyയിലാണ് നിയാൻഡർ എന്ന ക്യാരക്ടർ വരുന്നത്. ഇതിൽ 4 ക്യാരക്ടേഴ്സാണ് വരുന്നത്: യുജീനിയസ്, ക്രൈറ്റ്സ്, ലിസിഡിയസ്, നിയാൻഡർ. ഇതിൽ നിയാൻഡർ ജോൺ ഡ്രൈഡൻ്റെ വ്യൂസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൂ റോട്ട് ദ പോം ടു ഹിസ് കോയ് മിസ്ട്രസ്? ഓപ്ഷൻസ്: ജോൺ ഡൺ, ആൻഡ്രൂ മാവൽ, റിച്ചാർഡ് ക്രാഷ, ജോർജ് ഹെർബർട്ട്. ആരാണ് ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന മെറ്റാഫിസിക്കൽ പോം എഴുതിയിരിക്കുന്നത്? ആൻസർ: ആൻഡ്രൂ മാവൽ. Which age is regarded as the golden age of English literature? Options: Victorian age, Elizabethan age, Jacobean age, Caroline age. Answer is Elizabethan age. Elizabethan ഏജിനെയാണ് ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് റിഗാർഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. According to Aristotle, a perfect tragedy should have dash. Options: simple song, complex plot, complex character, none. Answer: complex plot. അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ് ട്രാജഡിക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒരു കോംപ്ലക്സ് പ്ലോട്ട് ആയിരിക്കണം. അരിസ്റ്റോട്ടൽ ട്രാജഡിയിൽ 6 എലമെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 6 എലമെൻറ്റ്സ്? പ്ലോട്ട്, ക്യാരക്ടർ, ഡിക്ഷൻ, തോട്ട്സ്, സ്പെക്ടക്കിൾ ആൻഡ് സോങ്. ഈ 6 എലമെൻസിനെ കുറിച്ചാണ് അരിസ്റ്റോട്ടൽ ട്രാജഡിയിൽ ഉള്ളത് പറയുന്നത്. ഈ 6 എലമെൻസിൽ അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ച് പ്ലോട്ടാണ് ട്രാജഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഇതിൽ പ്ലോട്ട് ട്രാജഡിയുടെ സോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലോട്ട് ഈസ് എ സോൾ ഓഫ് ട്രാജഡി. സോ ഒരു പെർഫെക്റ്റ് ട്രാജഡിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കോംപ്ലക്സ് പ്ലോട്ടാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.